കാർഷിക വാർത്തകൾ. ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് യുഎസിന്റെ പച്ചക്കൊടി. സമുദ്രസസ്തനികൾക്ക് കാര്യമായ ദോഷം സംഭവിക്കുന്നില്ലെന്ന CMFRI റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കയറ്റുമതിക്ക് അനുമതി ലഭിച്ചത്. സമുദ്രസസ്തനികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അനിശ്ചിതത്വത്തിന് വിരാമമായിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യൻ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്ക് US അംഗീകാരം ലഭിച്ചു. മത്സ്യബന്ധനത്തിനിടെ സമുദ്രസസ്തനികൾക്ക് കാര്യമായ ദോഷം സംഭവിക്കുന്നില്ലെന്ന് തെളിയിക്കുന്ന കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ പഠന റിപ്പോർട്ടിന്മേലാണ് നടപടി. 2020 രാജ്യവ്യാപകമായി സമുദ്രസസ്തനികളുടെ ശാസ്ത്രീയ കണക്കെടുപ്പ് പദ്ധതിക്ക് തുടക്കമിട്ടത്. US മറൈൻ മാമൽ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം സമുദ്രസസ്തനികളുടെ സംരക്ഷണത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നു മാത്രമാണ് സീഫുഡ് ഇറക്കുമതിക്ക് അനുമതിയുള്ളത്. ഇന്ത്യയിൽ തിമിംഗലം, ഡോൾഫിൻ തുടങ്ങിയ കടൽ സസ്തനികളുടെ ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമല്ലാതിരുന്നതിനാൽ ഈ നിയമം കയറ്റുമതിക്ക് വലിയ ഭീഷണിയായിരുന്നു. പഠനത്തിന്റെ 1ാം ഘട്ടത്തിൽ 18 ഇനം കടൽ സസ്തനികളുടെ സ്റ്റോക്ക് അസസ്മെന്റ് പൂർത്തിയാക്കി. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ സസ്തനി സമ്പത്ത് ആരോഗ്യകരമാണെന്ന് ഈ പഠനം സ്ഥിരീകരിച്ചു. മത്സ്യബന്ധനത്തിനിടെ അബദ്ധത്തിൽ വലയിൽ കുടുങ്ങുന്ന സസ്തനികളുടെ എണ്ണം അനുവദനീയമായ പരിധിയിലും താഴെയാണെന്നും നിലനിൽപ്പിന് ഭീഷണിയല്ലെന്നും പഠനം വ്യക്തമാക്കുന്നു. കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരം സുരക്ഷിതമാണെന്നും വലിയൊരു കയറ്റുമതി നിരോധനം ഒഴിവാക്കാനും ഈ പഠനം സഹായിച്ചതായാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദീപാവലിയോടനുബന്ധിച്ച് വിപണികൾക്ക് അവധി. നട്ടം തിരിഞ്ഞ് ഉള്ളി കർഷകർ. ദീപാവലിക്ക് 11 ദിവസത്തോളമാണ് രാജ്യത്തെ കാർഷിക വിപണികൾക്ക് അവധി. ഇത് ഗണ്യമായ സാമ്പത്തിക നഷ്ടം വരുത്തുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഈ അടച്ചുപൂട്ടൽ രീതി അന്യായമാണെന്നും എന്നാൽ വർഷങ്ങളായി ഇത് തുടരുകയാണെന്നുമാണ് കർഷകരുടെ പരാതി. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും സുതാര്യവും കർഷക സൗഹൃദപരവുമായ വിപണി പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷക സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഇത്രയും കാലം ലേലം നിർത്തിവെക്കുന്നത് അന്യായമാണ്. മാർക്കറ്റ് അടച്ചുപൂട്ടലുകൾ പ്രധാന ഉത്സവ ദിവസങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തണം. കർഷകരുടെ താൽപര്യങ്ങളെ വ്രണപ്പെടുത്തുന്നതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരോ വ്യാപാരികളോ നടപടി നേരിടണമെന്നാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഒനിയൻ ഗ്രോവേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. നിലവിൽ ഉള്ളിവിലയിലെ ഇടിവിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ഈ അടച്ചുപൂട്ടൽ ഇരട്ടപ്രഹരമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിളവെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കേന്ദ്ര അരി സംഭരണം 48 ലക്ഷം ടൺ കവിഞ്ഞു. മുന്നിൽ പഞ്ചാബും ഹരിയാനയും. ഒക്ടോബറിലെ ആദ്യ 2 ആഴ്ചയ്ക്കുള്ളിൽ സംഭരണം ഇരട്ടിയിലധികം വർദ്ധിച്ച് 48 ലക്ഷം ടണ്ണിലെത്തി. ഏതാണ്ട് 17,240 കോടി രൂപയുടെ മൂല്യമാണ് കണക്കാക്കുന്നത്. പഞ്ചാബിലും ഹരിയാനയിലും നേരത്തെ വിളവെടുപ്പ് നടന്നതാണ് ഇതിന് കാരണം. പഞ്ചാബിലെയും ഹരിയാനയിലെയും സംഭരണ ഏജൻസികൾക്ക് സെപ്റ്റംബർ പകുതി മുതൽ വാങ്ങൽ ആരംഭിക്കാൻ കേന്ദ്രം അനുമതി നൽകി. ഒക്ടോബർ 16 വരെ ദിവസേനയുള്ള സംഭരണം ഏകദേശം 5 ലക്ഷം ടണ്ണായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ അടുത്ത മാസം വാങ്ങലുകൾ ആരംഭിക്കുമ്പോൾ സംഭരണം ഗണ്യമായി വർദ്ധിച്ചേക്കാം. കേന്ദ്ര പൂൾ സ്റ്റോക്കിലേക്ക് ഏറ്റവും കൂടുതൽ അരി സംഭാവന ചെയ്യുന്ന പഞ്ചാബ് ഒക്ടോബർ 16 വരെ 18.46 ലക്ഷം ടൺ അരി നൽകിയിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് 5.44 ലക്ഷം ടണ്ണായിരുന്നു. ഇത്തവണ ഏതാണ്ട് 3 ഇരട്ടി കൂടുതലാണ്. ഹരിയാന 54% കൂടുതൽ അരി സംഭാവന ചെയ്തു. 23.08 ലക്ഷം ടണ്ണാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ഒരു വർഷം മുമ്പ് ഇത് 15.03 ലക്ഷം ടണ്ണായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള അരി സംഭരണത്തിലും ഇരട്ടിയിലധികം വർധനയുണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.